തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലെ വിവാദ സമാധി കല്ലറ തുറക്കുന്നതിനെതിരെ ഗോപൻ സ്വാമിയുടെ കുടുംബം ഹൈക്കോടതിയിലേക്ക് കല്ലറ തുറന്ന് പരിശോധിക്കണമെന്ന ആർഡിഒയുടെ ഉത്തരവ് റദ്ദാക്കണം എന്ന ഹർജിയിൽ ആവശ്യപ്പെടും. 41 ദിവസത്തെ പൂജ മുടങ്ങാതെ ചെയ്യാൻ കഴിയണം എന്നാണ് കുടുംബം പറയുന്നത്. വിവരങ്ങളുമായി എസ് ശ്രീകാന്ത് ചേരുന്നു. ശ്രീകാന്ത്, എന്തുകൊണ്ട് ഈ സമാധി തുറന്ന് ഗോപൻ സ്വാമിയുടെ മൃതദേഹം എടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തിക്കൂടാ എന്നുള്ളതാണ് കുടുംബം ഈ ഹൈക്കോടതിക്ക് കൊടുക്കാൻ പോകുന്നതിൽ പറയാൻ പോകുന്നത്. ശ്രീകാന്ത്, ഇന്നുച്ചയ്ക്ക് സ്പെഷ്യൽ മെൻഷനിങ്ങിലൂടെ ഈ കേസ് കോടതി മുമ്പാകെ എത്തിക്കുക എന്നുള്ളതാണ് കുടുംബം ലക്ഷ്യമിടുന്നതെന്നാണ് മനസ്സിലാകുന്നത്. ഇതുവരെയും കോടതിയിൽ ഈ കേസ് ലിസ്റ്റ് ചെയ്തിട്ടില്ല. സാധാരണഗതിയിൽ ലിസ്റ്റ് ചെയ്യേണ്ട ഇങ്ങനെ സ്പെഷ്യൽ മെൻഷനിങ്ങിലൂടെ ഉച്ചയ്ക്കൊക്കെ കയറാം. അത് തിങ്കൾ വെള്ളി ദിവസങ്ങൾ ഒഴികെ മറ്റെല്ലാ ദിവസങ്ങളിലും അതിന് സാധ്യവുമാണ്. അത് ഉദ്ദേശിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതിൽ അവർ ചൂണ്ടിക്കാണിക്കാൻ പോകുന്നത് 41 ദിവസത്തെ പൂജ മുടങ്ങാതെ ചെയ്യാൻ കഴിയണം, സമാധിയുമായി ബന്ധപ്പെട്ട് അതാണ് ആചാരപ്രകാരം വിശ്വാസപ്രകാരമുള്ള കാര്യം എന്നുള്ളതാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. അത് മുന്നിൽ വെച്ചുകൊണ്ടായിരിക്കും ഇന്ന് കോടതിയിൽ വാദിക്കാൻ പോകുന്നതും. പക്ഷേ സർക്കാർ ശക്തമായ എതിർപ്പ് ഈ വിഷയത്തിൽ ഉയർത്തും എന്നുള്ളതിൽ സംശയം വേണ്ട. അവിടെ എന്തെങ്കിലും ക്രൈം നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കാനുള്ള സ്റ്റേറ്റിൻ്റെ അവകാശമുണ്ട്. അതിന് സ്റ്റേറ്റ് എന്തായാലും ശ്രമിക്കും. സർക്കാരിനെ കൂടി കേട്ടതിന് ശേഷം മാത്രമേ ഈ കേസിൽ ഒരു തീർപ്പുണ്ടാകൂ. ഇന്നൊരു പക്ഷേ പ്രാഥമിക നടപടി എന്ന നിലയിൽ ഹർജി വന്നാൽ എതിർകക്ഷികൾക്ക്, സർക്കാർ, പോലീസ് അടക്കമുള്ളവർക്ക് നോട്ടീസ് പോകാനാണ് സാധ്യത. ഓക്കെ, ശ്രീകാന്താണ് നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടെ സമാധി കല്ലറ വിവാദത്തിൽ. ശ്രീകാന്ത്, ഇത് കോടതി ഇന്ന് പരിഗണിക്കാനുള്ള സാധ്യത എത്രത്തോളമാണ് എന്ന് പറഞ്ഞാൽ എന്തായാലും അത് കോടതിക്ക് മുന്നിലേക്ക് എത്തുമെന്ന കാര്യത്തിൽ ഉറപ്പാണ്. അത് കുറച്ചു നേരത്തെ കുടുംബത്തിന്റെ ഇടപെടൽ കൊണ്ട് തന്നെ കോടതിക്ക് മുന്നിലേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടാവുന്നോ ശ്രീകാന്ത്? അതിൽ സംശയം വേണ്ട. കാരണം കുടുംബം നേരെ ഹൈക്കോടതിയിലേക്ക് വരികയാണ്. അവർ നമുക്ക് കിട്ടുന്ന വിവരമനുസരിച്ച് അവരൊരു അഭിഭാഷകനെ ഇതിനോടകം കണ്ടു കഴിഞ്ഞു. 1:45 സ്പെഷ്യൽ മെൻഷനിങ് എന്നൊരു സംവിധാനമുണ്ട്. സാധാരണ കോടതിയിൽ ചെയ്യാവുന്നതാണത്. സ്പെഷ്യൽ മെൻഷനിങ്ങിലൂടെ ഈ കേസ് അടിയന്തരമായി കേൾക്കണമെന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കാം. കാരണം അവിടെ ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്നവർ കോടതിയെ അറിയിക്കാൻ നീക്കം നടത്തുന്നു എന്നാണ് മനസ്സിലാകുന്നത്. സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും പോലീസിൻ്റെ ഭാഗത്തുനിന്നും കല്ലറ പൊളിക്കാൻ ശ്രമം നടക്കുന്നു. അത് തങ്ങളുടെ വിശ്വാസപ്രകാരം തെറ്റാണ്. 41 ദിവസത്തെ പൂജകൾ സമാധിയുമായി ബന്ധപ്പെട്ട് ചെയ്യണം, അതിനനുവദിക്കണം എന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കാനാണ് അവരുടെ ഒരു നീക്കം. അങ്ങനെയെങ്കിൽ കോടതി അത് ഇന്ന് തന്നെ പരിഗണനയ്ക്കെടുക്കാൻ സാധ്യതയുണ്ട്. ഒരു പക്ഷേ ഇന്ന് തീരുമാനമൊന്നും ഉണ്ടാകില്ല. തൽക്കാലം അത് പോലീസിൻ്റെയും സർക്കാരിൻ്റെയും എതിർകക്ഷികളായി വരുന്ന ആളുകളുടെ ഭാഗം കൂടി കേൾക്കാൻ വെക്കും. പക്ഷേ ഹഷ്മി, അതിലൊരു കാര്യം, കോടതിക്ക് അതിൽ ഒരു പരിധി വിട്ട് എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് അറിയില്ല. കാരണം പോലീസും സർക്കാരും ഇനി വെക്കാൻ പോകുന്ന റിപ്പോർട്ട് കൂടി കണക്കിലെടുത്തിട്ടായിരിക്കും കോടതി അക്കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കുന്നത്. ഓക്കെ, ശ്രീകാന്താണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. സ്പെഷ്യൽ മെൻഷനിലൂടെ കോടതിയുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ പോകുന്നു നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടെ ആ കുടുംബം. സമാധി കല്ലറ പൊളിച്ച് പരിശോധിക്കുന്ന ഒഴിവാക്കണം എന്നുള്ളതാണ് അവരുടെ ആവശ്യം.